വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞിട്ടില്ല. രേണുസുതി കള്ളം പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു കാര്യവും നേടാനില്ല. അതുപോലെ ഫിറോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല. ഫാന് വീണ് പരിക്ക് പറ്റി രേണുസുതിയുടെ അച്ഛന് നെഞ്ചത്ത് വീണ് മുറിവ് പറ്റിയെന്ന് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞ അതൊരു തട്ടിക്കൂട്ട് പണിത് വീടാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷ എനിക്ക് വരും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ അവർക്ക് ലഭിച്ചില്ല എന്നാണ്. ഞാനല്ല കൊടുക്കേണ്ടത്, അത് വീട് ബിൽഡ് ചെയ്ത ബിൽഡേഴ്സ് ആണ് അത് അവർക്ക് നൽകേണ്ടതെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു വ്യക്തി പോലും എന്നോട് ഇതുവരെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല ഫിറോസ് ഒരു തട്ടിപ്പുകാരനാണെന്നോ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ എന്നോട് ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ രേണുസുതിയുടെ പേരൻസോ കുടുംബത്തിൽ റിലേറ്റീവ്സോ ആരും എന്നോടൊരു റിക്വസ്റ്റും ചെയ്തിട്ടില്ല. അപവാദമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവർ ഇറക്കി വിട്ടതായിട്ട് എൻ്റെ അറിവില്ല. രേണുസുതിയുമായിട്ടോ അവളുടെ ഫാമിലിയുമായിട്ടോ എനിക്ക് യാതൊരു വിധമായ ബ്ലഡ് റിലേഷനോ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ഒന്നും തന്നെയില്ല. കാണുമ്പം ഹായ് ബായ്, വളരെ നല്ല മനോഹരമായ രീതിയിലാണ് അവർ ഒരുങ്ങിപ്പോകുന്നതൊക്കെ ഞാൻ കാണുന്നത്. അവരെ പറ്റി അവർ വൃത്തിയില്ലാത്ത ഒരാളാണെന്ന് പറയാനുള്ള ഒരാളെ വിധിക്കാൻ എനിക്ക് അധികാരമില്ല. ഒരിക്കലും. ഇനിയും അവരുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയാത്ത കാര്യമാണ്, എൻ്റെ അറിവിലില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് രേണുസുതിയുടെ മക്കൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം ദാനം ചെയ്ത നമ്മുടെ ബിഷപ്പായ നോബിൾ ഫിലിപ്പ് അമ്പലവിൽ അദ്ദേഹത്തിന്റെ ബിഷപ്പ് ഹെഡിലാണുള്ളത്. നമുക്കറിയാം, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ആരോപണങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് രേണുസുതിയുടെ വീടുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളും അതുപോലെ തന്നെ ആരോപണങ്ങളും. അപ്പൊ ഇതിനെക്കുറിച്ച് ഉള്ള സത്യാവസ്ഥ നമുക്ക് നേരിട്ട് തന്നെ ബിഷപ്പിനോട് ചോദിച്ചറിയാം. അതുമാത്രമല്ല, നമ്മുടെ ബിഷപ്പ് ഹട്ടും രേണുസുതിയുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബിഷപ്പിനോട് തന്നെ ഇവിടുത്തെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ അറിയാം, സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പൊ രേണുസുതിയുടെ വീടിനെ കുറിച്ചാണ് മൊത്തം പ്രചരിക്കുന്നത്. രേണുസുതി ഒരു ഓൺലൈൻ മീഡിയക്ക് കൊടുത്ത ഒരു വാർത്തയിൽ തന്നെ ഉണ്ട് വീട് ചോർച്ചയാണെന്നുള്ളതൊക്കെ. നമുക്കറിയാം ബിഷപ്പ് ഹട്ടും തൊട്ടടുത്ത് തന്നെയാണ്, രേണുസുതിയുടെ വീടിന്റെ അടുത്തതായിട്ടാണ്. അപ്പൊ ബിഷപ്പിന് എന്താണ് രേണുസുതിയുടെ വീടിനെ കുറിച്ച് പറയാനുള്ളത്? അത് മാത്രമല്ല, ബിഷപ്പാണ് സ്ഥലം നൽകിയതും വീട് നിർമ്മിക്കാനുള്ള സ്ഥലം നൽകിയതും. ഇപ്പൊ വീട് നിർമ്മാണത്തിലൂടെ ഫിറോസും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം വീട് ചോർച്ചയാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ബിഷപ്പിന് എന്താ പറയാനുള്ളത്? രേണുസുതിയുടെ വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം ആവുകയാണ്. ഈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും 1 വർഷം ആകുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ്. KHDC എന്ന് പറയുന്ന ഒരു സംഘടനയും അതുപോലെ തന്നെ 24 ചാനലിലുള്ള ബഹുമാനപ്പെട്ട R ശ്രീകണ്ഠൻ നായർ, ശ്രീ C ഉണ്ണികൃഷ്ണൻ, രാഹുൽ ഇരുമ്പുകുഴി തുടങ്ങിയ നിരവധി മാധ്യമ സുഹൃത്തുക്കള്, സംഘടന ഇത്യാദി ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് നിർമ്മിക്കുവാനുള്ള പ്രപ്പോസലുമായിട്ട് എന്നെ സമീപിക്കുന്നത്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് ഇവിടെ എൻ്റെ പുരയിടത്തില് 2 കുഞ്ഞുങ്ങൾക്ക്, രേണുസുതിയുടെയും കൊല്ലംസുതിയുടെയും 2 മക്കളായിട്ടുള്ള രാഹുലിനും ഋതുലിനും ഞാൻ ഇഷ്ടദാനം നൽകിയ ഭൂമിയിൽ പണിത് കൊടുക്കുവാൻ എൻ്റെ കൊണ്ടോടെയായി. അതിൻ്റെ ആശീർവാദ കർമ്മങ്ങൾ നിർവഹിക്കുവാനായിട്ട് രേണുസുതിയുടെ പിതാവ് എന്നെ ഔദ്യോഗികമായി ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് പോവുകയും ആ വീടിൻ്റെ ആശീർവാദ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലാണ് സോഷ്യൽ മീഡിയയിൽ എവിടെയോ രേണുസുതി ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളെന്നെ കാണിക്കുവാൻ എൻ്റെ കൊണ്ടോടെയായി. ആ കുഞ്ഞുങ്ങളെ കാണിച്ചു, ഈ രേണുസുതിയുടെ വീടിന് എവിടെ ഒരു ചോർച്ച ഉള്ളതായിട്ട് ഞാൻ കേൾക്കുവാനിടയായി. എന്നാൽ അത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവിടെ ഈ വീടിൻ്റെ ഈ സ്ഥലം തന്നെ ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ അടുത്ത് വേറെ വൃക്ഷങ്ങളോ വീടുകളോ ഒന്നും സമീപത്തായിട്ടില്ല. ശക്തമായ കാറ്റും ശക്തമായ മഴയും വരുമ്പോൾ അപ്പോൾ ഈ വീടിൻ്റെ വെന്റിലേഷൻ
എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് അവർ അതിനൊരു സംവിധാനം ചെയ്തിരുന്നു. അതിലൂടെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാറ്റൽ എന്ന് പറയും, മറ്റു സ്ഥലങ്ങളിൽ പല വാക്കുകൾ ശീതൽ എന്ന് പറയുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവം. അങ്ങനെ ഈ വീടിനുള്ളിലേക്ക് പലപ്പോഴായിട്ട് വെള്ളം വീഴുന്നതായിട്ട് അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ വീടിനൊരു ചോർച്ചയുള്ളതായിട്ട് ഞാൻ അറിയുന്നില്ല. ഞാൻ അങ്ങനെ പോകാറില്ല. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ ആ വീട്ടിൽ. അത് പോയെന്ന് വെച്ചാൽ ഹൗസ് വാമിങ്ങിനായിട്ട് പോയി. പിന്നെ വലിയ കാറ്റടിച്ച സമയത്ത് ആ വീടിന്റെ കുറെ ഓടുകൾ ഇവർ താമസത്തിന് വരുന്നതിന് മുമ്പ് പറന്നു പോയിട്ടുണ്ട്. അത് വീടിന് താമസം തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് കുറെ ഓടുകൾ പറന്നുപോയി. ആ ഓടുകളെല്ലാം തന്നെ KHDCയുടെ മെയിൻ്റനൻസ് സ്റ്റാഫുകൾ വന്നിട്ട് അതെല്ലാം വീണ്ടും നല്ലതുപോലെ വെച്ച് റെഡിയാക്കി നൽകി. വീണ്ടും ഈ അടുത്ത സമയത്ത് ഒരു 2 മാസം 3 മാസം മുൻപ് ഒരു വലിയ കാറ്റടിച്ചു. ആ സമയത്തും 1 2 3 ഓടുകൾ പറന്നുപോയി. അങ്ങനെയാണ് കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ കാര്യമാണ്. പിന്നെ വീടിന്റെ അതിന്റെ റൂഫിന് ചോർച്ച വരുന്നതായിട്ടോ വന്നതായിട്ടോ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. അത് തീർച്ചയായിട്ടും രേണുസുധിയുടെ കുടുംബവുമായിട്ട് തന്നെ നേരിട്ട് നിങ്ങൾ കണ്ട് സംസാരിക്കണമെന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. എൻ്റെ അറിവിൽ ഇത് 2 കാര്യങ്ങളാണ്. അവിടെ ഈ മഴ പെയ്യുമ്പോൾ എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂര പോലൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഗ്ലാസിൻ്റെ ഇടയ്ക്കൂടെയും ഗ്ലാസ് വെക്കാത്ത ഭാഗത്തൂടെയും വെള്ളം അകത്തേക്ക് പോകുന്നതായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അതൊരു തട്ടിക്കൂട്ട് പണിത് വീടാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷ എനിക്ക് വരും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഞാൻ ഒരു വീട് തട്ടിക്കൂട് വീടായിട്ട് പറയാൻ എനിക്ക് അർഹതയില്ല. കാരണം ഞാനല്ല പണിയിപ്പിച്ചത്. ഇതൊരു KHDC എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് പണിയിപ്പിച്ചത്. അത് ഫിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് പണിയിപ്പിച്ചത്. അപ്പോഴ് അതൊരു തട്ടിക്കൂട്ട് വീടായിട്ട് പണിത് കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നേതൃത്വത്തിലാണ് പണിതെങ്കിൽ ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കണം. എനിക്കറിയത്തില്ല. കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ എന്താണ്, മറ്റു കാര്യങ്ങളെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള എനിക്കറിയത്തില്ല. ഇതിപ്പം വീട് നിർമ്മിച്ചിട്ട് ഒരു കൊല്ലം പണിയെല്ലാം തുടങ്ങി, അവർ താമസം തുടങ്ങിയിട്ട് 1 year ആകുന്നു. അപ്പൊ പണി തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം അടുപ്പിച്ചാകാറായി. പണി തുടങ്ങി പൂർത്തീകരിക്കാനായിട്ട് എല്ലാം കൂടി ഇപ്പൊ താമസം തുടങ്ങിയിട്ട് 2 year ആകും. അതുപോലെ ബിഷപ്പെ, രേണുസുധിയുടെ വീടും അതുപോലെ തന്നെ കിച്ചന്റെ റൂമും രേണുസുധിയുടെ അച്ഛൻ, അമ്മ, അതുപോലെ സഹോദരിയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്ത് പറയുന്നത്. ഈ വീട് കയ്യേറി, കിച്ചന്റെ റൂം കയ്യേറി എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇതിനുള്ള സത്യാവസ്ഥ എന്താണ്? രേണുസുധിയുടെ അമ്മയും പിതാവും ഇളയ മകനും കൂടാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ രേണുസുധിയുടെ ഒരു സഹോദരിയാണുള്ളത്. ആ സഹോദരിയുടെ കുഞ്ഞുങ്ങളും അവരും ഇവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് അവരൊരു വാടക വീട് റെന്റിന് എടുത്തിട്ടുണ്ട്, ആർക്ക്, ഈ സഹോദരിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവരവിടെ താമസിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെങ്കിൽ അവിടുത്തെ അവരുടെ അമ്മയും സഹോദരി ഇവിടെ ഉള്ളത് കൊണ്ട് ഈ മൂത്ത സഹോദരി, രേണുസുധിയുടെ മൂത്ത സഹോദരി ഇവിടെ വരികയും കാരണം അത് ആവശ്യമായിരിക്കുമല്ലോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഈ മാതാപിതാക്കളെ കൂടെ നോക്കേണ്ട കടമയുള്ളത് കൊണ്ട് അവർ വരികയും പോവുകയും ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ബിഷപ്പ്, അതുപോലെ തന്നെ ഈ വീടിനൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഫിറോസ് ഇതുവരെ കൈമാറിയിട്ടില്ല എന്നും അതുപോലെ തന്നെ വീടിന് ഒരു നമ്പർ ഇല്ലാന്നും പറയുന്നുണ്ട്. വീടിന് ഇതുവരെയും വീടിന് നമ്പർ ഇട്ട് കിട്ടിയില്ല എന്ന് അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ അവർക്ക് ലഭിച്ചില്ല എന്നാണ്. അത് ഞാനല്ല കൊടുക്കേണ്ടത്, അത് വീട് ബിൽഡ് ചെയ്ത ബിൽഡേഴ്സ് ആണ് അത് അവർക്ക് നൽകേണ്ടതെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്. നാളിതുവരെ അത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് രേണുസുധിയുടെ പിതാവ് എന്നോട് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞ കാര്യം അതാ ഞാൻ ചോദിച്ചത്. അതെ. അല്ലാതെ അവർക്ക് അതോട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. രേണുസുധിയുടെ പ്രോപ്പർട്ടിക്ക്, 2 കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത പ്രോപ്പർട്ടിക്ക് ടാക്സ് റെസിപ്റ്റ് ഉണ്ട്, കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മറ്റെല്ലാ വിധമായ രേഖകളും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ഈ വീടിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് നൽകിയിട്ടുണ്ട്, അത് ലഭിച്ചിരുന്നു. പക്ഷെ ബിൽഡിംഗ് കംപ്ലീഷൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് വീടിന് നമ്പർ ഇട്ട് കൊടുക്കുകയുള്ളൂ. അത് പക്ഷേങ്കിൽ ഈ വീടിന്റെ ബിൽഡറാണ് നൽകേണ്ടതെന്ന് രേണുസുധിയുടെ പിതാവ് എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഫിറോസ് തന്നെയല്ലേ?
KHDC എന്ന് പറയുന്ന ഒരു ആ, ഒരു ബിൽഡിംഗ് കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയാണല്ലോ ഈ വീട് നിർമ്മിച്ച് നൽകിയത്. അവരുടെ എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്നാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുത്തെങ്കിലേ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് നമ്പർ ഇട്ട് ലഭിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പഞ്ചായത്തിന്റെ കൗൺസിലറോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവര് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. പെർമിറ്റും എല്ലാം പഞ്ചായത്തിൽ നിന്ന് കൊടുത്തു. പക്ഷേങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഈ KHDCയിൽ നിന്ന് ഇതുവരെ ലഭിച്ചില്ല എന്ന് രേണുസുധിയുടെ പിതാവ് എന്നോട് പറഞ്ഞ അനുസരിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്. ഫാന് വീണ് പരിക്ക് പറ്റി രേണുസുധിയുടെ അച്ഛന്. അപ്പം ഫാൻ നെഞ്ചത്ത് വീണ് മുറിവ് പറ്റിയെന്ന് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ആ ടൈമില് അവര് വീണ്ടും അത് കംപ്ലൈന്റ് പോലെ കൊടുത്തത് അവരൊന്ന് ഫിറ്റ് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്തതായിട്ടാണ് പിന്നീട് അറിഞ്ഞത്. അത് വന്നെല്ലാം ശരിയാക്കി കൊടുത്തതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ അറിഞ്ഞത് എല്ലാം റെഡിയാക്കിയതായിട്ട് അവരെന്നോട് പിന്നെ പറയാം. അത് ആര് ശരിയാക്കിയെന്ന് എനിക്കറിയത്തില്ല. അവരെ ഇലക്ട്രീഷ്യനോ ആരോ വിളിച്ച് അത് റെഡിയാക്കിയതായിട്ടാണ് ഞാൻ അറിയുന്നത്. മിക്കവാറും KHDCയുടെ ഇലക്ട്രീഷ്യനാണോ വന്നത് അതോ ഇനി ഇവര് പുറത്തുനിന്ന് ഇലക്ട്രീഷ്യനെ വിളിച്ചതാണോ ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുക. എനിക്ക് ഞാൻ ഒരു ബിസി ലൈഫുള്ള ആളാണ്. പിന്നെ എന്നെ ഇടയ്ക്ക് കാണുമ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. ഫിറോസ് തട്ടിപ്പ് നടത്തിയതായിട്ട് ഫാദറിന് ഫീൽ ചെയ്യും? ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറയാൻ എനിക്ക് അർഹതയില്ല. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതുമായ കാര്യമേ എനിക്ക് ഒരാളോട് പറയാനൊക്കത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി പോലും എന്നോട് ഇതുവരെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല ഫിറോസ് ഒരു തട്ടിപ്പുകാരനാണെന്നോ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ എന്നോട് ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ ഈ വീട് പണിതിനെ പറ്റി ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കമന്റ്സുകൾ, പല രീതിയിലുള്ള കമന്റ്സുകൾ പലരും ഇങ്ങനെ വായിച്ചിട്ട് എന്നെ വിളിച്ച് വിവരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കമന്റ്സുകളാണ്. ഒരിക്കലും ഒരു വ്യക്തികളും ഇതുവരെ നേരിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പം എന്തായാലും ഫിറോസ് ഈ ഒരു വിവരം അറിഞ്ഞിട്ട് ഫാദറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു? ഫിറോസ് എന്നെ വിളിച്ചിരുന്നു, എന്നോട് സംസാരിച്ചിരുന്നു. അപ്പം ഫാദറിന് എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച്? ഇതിനെപ്പറ്റി ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അവിടെ വീടിന് ചോർച്ച ഉള്ളതായിട്ട് അറിയാമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ നിങ്ങളുടെ എയർ സർക്കുലേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വെന്റിലേഷനിലൂടെ വെള്ളം അവരുടെ വീടിനുള്ളിലേക്ക് പോകുന്നതായിട്ട് ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കിച്ചു മൂത്ത മകൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വ്ളോഗിലൂടെയാണ് അറിയാൻ പറ്റിയത് കട്ടിലിന്റെ കീഴില് അതുപോലെ സുധിയുടെ കുറെ ട്രോഫി കാര്യങ്ങളെല്ലാം തന്നെ, അതായത് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം ഒരു ചാക്കിൽ കെട്ടി അടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അപ്പൊ ആ ഒരു വീഡിയോ എടുത്തപ്പോ തന്നെ അതിലും ഒരു റൂമേഴ്സ് വന്നു. കൂടാതെ വീടിന് മൊത്തത്തിലൊരു റൂമേഴ്സും ഇളകി. അത് ലൈക്ക് നിർമ്മിച്ചു, ഫിറോസ് തന്നെ പറഞ്ഞ കാര്യമായിരുന്നു ഒരു ഇന്റർവ്യൂല്, ഞാൻ നിർമ്മിച്ചു കൊടുത്ത വീടായിരുന്നു, വീടിനൊരു വൃത്തിയില്ല എന്നൊക്കെ. അപ്പം വൃത്തിയുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഒന്നാമത്തെ കാര്യം കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ അവരുടെ വീട്ടിൽ പോകുന്ന ഒരാളല്ല. ഞാൻ അവരുടെ വീട്ടിലൊരു സന്ദർശകനോ അല്ലെങ്കിൽ എന്റെ റിലേറ്റീവോ ഒന്നുമല്ല. എനിക്ക് അവരെന്റെ നെയ്ബർ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒന്നാമത്തെ കാര്യം, എന്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു വീടുകൾ സന്ദർശിക്കാൻ എനിക്ക് ഒരു പെർമിഷൻ ഇല്ലാത്ത ആളാണ്. ഞാൻ അങ്ങനെ പോയിട്ടില്ല. എനിക്ക് അവരുടെ വീട്ടിൽ നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അവരോട് ചോദിക്കാനും ഒക്കത്തില്ല. എനിക്ക് അതിനെപ്പറ്റി ഞാൻ കാണാത്ത കാര്യം പറയത്തില്ല. അവര് വളരെ നല്ല മനോഹരമായ രീതിയിലാണ് അവർ ഒരുങ്ങി പോകുന്നതൊക്കെ ഞാൻ കാണുന്നത്. അവരെ പറ്റി അവർ വൃത്തിയില്ലാത്ത ഒരാളാണെന്ന് പറയാനുള്ള ഒരാളെ വിധിക്കാൻ എനിക്ക് അധികാരമില്ല. ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ ഇവർക്ക് സ്ഥലം കൊടുത്ത ശേഷം ഫാദറിന് അതൊരു ബുദ്ധിമുട്ടായിട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സോഷ്യൽ മീഡിയകളിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്ക് രേണുസുധിയുടെ 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ 7 സെന്റ് വസ്തു 2 കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ഞാൻ അതിൽ വളരെ സംതൃപ്തനാണ്. അത് കൊടുത്തു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരാൾ ദൈവം മുമ്പിൽ. എനിക്ക് ഒരു എളിയ സഹായം ചെയ്യാൻ പറ്റി. മറിച്ച് അതിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്നോട് 1-2 കാര്യങ്ങൾ കേൾക്കുവാനിടയായി. അതായത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ രേണുസുധിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്തു എന്ന് ഒരു സംസാരം ഉണ്ടായി. അത് എന്നെ വളരെ മുറിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞതാണ്. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് പല സോഷ്യൽ മീഡിയകളിലൂടെ ഞാൻ കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തു. ഞാൻ കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുവല്ല ചെയ്തേക്കുന്നത്. ഇതുവരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. മേലിലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ എന്റെ സമ്മതത്തോടു കൂടെ ഞാൻ ദാനം ചെയ്തതാണ്. അതിൽ ഞാൻ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അത്രേ ഉള്ളൂ. ബിഷപ്പ് കൊടുത്ത ഈ പ്രോപ്പർട്ടി അത് രേണുസുധിയുടെ പേരിലോ അല്ലെങ്കിൽ രേണുസുധിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ബന്ധുക്കളുടെ പേരിലോ അച്ഛനമ്മ പേരിലൊക്കെയാണോ കൊടുത്തേക്കുന്നത്? രേണുസുധിക്ക് നല്ല ആരോഗ്യമുള്ള, കഴിവുള്ള, തന്റേടെ ഉള്ള ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. ഞാൻ കൊടുത്തേക്കുന്നത് 2 ഓർഫൻ കുട്ടികൾക്കാണ്. ഒന്ന് രേണുസുധിയുടെയും കൊല്ലംസുധിയുടെയും മകൻ എന്ന് പറയുന്ന രാഹുൽ ഒരു ഓർഫനാണ്. അപ്പനുമില്ല, അമ്മയില്ല. രേണുസുധിയുടെ മകൻ ഋതുൽ ഒരു
ഹാഫ് സെമി ഓർഫനാണ്. ഈ 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ 7 സെന്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തു. അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ 24 ചാനലിന്റെ MD-യും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാഹുൽ ഇരുമ്പുകുഴി, ബഹുമാനപ്പെട്ട ശ്രീ C ഉണ്ണികൃഷ്ണൻ സാറ്, ഫ്ലവേഴ്സ് ടിവിയുടെ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാരുടെ എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള അവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഈ 2 കുഞ്ഞുങ്ങൾക്കായിട്ട് ഈ വസ്തു എഴുതി കൊടുത്തത്. കഴിവും ആരോഗ്യവതിയായിട്ടുള്ള ജോലി ചെയ്യുവാൻ പ്രാപ്തിയുള്ളതായിട്ടുള്ള ഒരു പെൺകുട്ടിക്കോ ജോലി ചെയ്യാൻ കഴിവുള്ള അവളുടെ മാതാപിതാക്കൾക്കോ ഞാൻ വസ്തു കൊടുക്കുകയുമില്ല, കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോഷ്യൽ മീഡിയകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അത് കൊടുത്തിട്ടുമില്ല, മേലിൽ കൊടുക്കാനൊട്ട് ആഗ്രഹിക്കുന്നില്ല, അവരെന്നോട് ചോദിച്ചിട്ടുമില്ല. ഈ രേണുസുതിയുടെ പേരൻസോ കുടുംബത്തിൽ റിലേറ്റീവ്സോ ആരും എന്നോട് ഒരു റിക്വസ്റ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ സന്തോഷപൂർവ്വം ഈ കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനും ദൈവത്തിന് നന്ദിയുള്ളവനുമാണ്. ബിഷപ്പിനെ കുറിച്ചും രേണുസുതിനെ കുറിച്ചും മോശമായിട്ടുള്ളൊരു കുറെ കമന്റ്സ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാ? രേണുസുതിയെ ഞാൻ എൻ്റെ ഒരു സഹോദരിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഇളയ സഹോദരിയുടെ സ്ഥാനത്താണ് ഞാൻ കണ്ടിരിക്കുന്നത്. അവരെന്നെ കാണുന്ന ഒരു സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു മിഷണറി ബിഷപ്പായിട്ട് അവരെന്നെ കാണുന്നു. അപ്പോൾ അതൊരു ആത്മീയ ബന്ധമായിട്ടേ ഉള്ളൂ. അതിൽ ഉപരിയായിട്ട് ആകെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കുഞ്ഞുങ്ങൾക്ക് വസ്തു കൊടുത്തു എന്നുള്ള ഒരു കണക്ഷൻ, അത് ഞങ്ങൾ തമ്മിലുള്ള യാതൊരു രീതിയിലും ഒരു നേരിട്ടുള്ളൊരു ബന്ധമോ സംസാരമോ അല്ല. ഒഫീഷ്യലായിട്ടുള്ളൊരു ബന്ധം, അത് ഒഫീഷ്യൽസ് തമ്മിലുള്ള റിലേഷനേ ഉള്ളൂ. രേണുസുതിയുമായിട്ടോ അവളുടെ ഫാമിലിയുമായിട്ടോ എനിക്ക് യാതൊരു വിധമായ ബ്ലഡ് റിലേഷനോ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ഒന്നും തന്നെയില്ല. കാണുമ്പോൾ ഹായ് ബൈ, അത്രമാത്രം. എവിടെങ്കിലും അതാകെ കാണുന്നത് 2-3 മാസം കൂടുമ്പോൾ ഒന്ന് കണ്ടാൽ ഒരു ഹായ് ബൈ, അതിനപ്പുറമായിട്ട് യാതൊരു രീതിയിലൊരു ഇതുമില്ല എനിക്ക്. അതുപോലെ കിച്ചുവിനെ ഇവിടെ നിന്നും രേണുസുതിയുടെ വീട്ടുകാര് കിച്ചുവിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയത് കൊണ്ടാണ് കിച്ചു ഇവിടെ വീട് വിട്ട് പോയതെന്നൊക്കെ ഒരു റൂമർ വരുന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ കുട്ടി പഠിക്കാനായിട്ട് കൊല്ലത്ത് പോയിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു. കൊല്ലത്തൊരു കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ ഈ വീട് ലീഗലായിട്ട് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ആ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ അങ്ങനെ ഇറക്കി വിടാനായിട്ട് നിയമമില്ല. അങ്ങനെ ഇതുവരെ അങ്ങനെ വിടുന്ന അങ്ങനെ ഒരു സംസാരമോ ഒരു ഒച്ചപ്പാടോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ വീട്ടിൽ ഒരു ബെഡ്റൂം ആ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഏത് സമയം ആ കുട്ടിക്ക് അവിടെ വന്ന് താമസിക്കാം, അത് അവന്റെ സ്വന്തം വീടാണ്. പക്ഷേങ്കിൽ ഇവരിറക്കി വിട്ടു എന്നൊക്കെ പറയുന്നത് തീർത്തും അത് അവരെ പറ്റി ഒരു അപവാദമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവരിറക്കി വിട്ടതായിട്ട് എൻ്റെ അറിവില്ല. ഇനിയും അവരുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയാത്ത കാര്യമാണ്, എൻ്റെ അറിവിലില്ല. കിച്ചു അതുപോലെ ഇവിടെ വരുമ്പം ഇവരുടെ റിയാക്ഷൻ, ആ കുട്ടി ഇവിടെ വരുമ്പോ അവർ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഞാൻ വരുമ്പോൾ ആ കുട്ടി ഇവിടെ നിൽക്കുന്നില്ല. വരുമ്പോൾ അവർ സ്നേഹത്തോടെ മിണ്ടുന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാതെ അവിടെ ഒരു വഴക്കോ ഒച്ചപ്പാടോ ഒന്നും ആ വീട്ടിലുണ്ടായിട്ടില്ല. മാത്രമല്ല അവരുടെ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് അവരൊരു ആത്മീയമായ രീതിയിൽ പോകുന്നതാണ് അവരുടെ പേരൻസ്. രേണുസുതി ഇവിടെ ഇല്ല. അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ യാത്രയിലോ മറ്റു കാര്യങ്ങളിലുമായിട്ട് അവർ ബിസിയാണ്. അവരുടെ പേരൻസ് എന്ന് പറഞ്ഞവരിവിടെ താമസിക്കുന്നു. സന്ധ്യയാകുമ്പോൾ അവിടെ പ്രാർത്ഥനയുണ്ട്. അവരെ പാട്ടും ദൈവവചന വായനയും പാട്ടും ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്കില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യവും നേടാനില്ല. അതുപോലെ ഫിറോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല. രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ഇവരെ 2 പേരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരെ 2 പേരെ മോശമാക്കി പറയാൻ ഞാൻ ആളുമല്ല. കാരണം ഞാൻ കാണാത്ത കാര്യം 2 പേരെ കുറിച്ച് പറയത്തില്ല. ഇത് തികച്ചും കാലാവസ്ഥ മൂലമാണ് വീടിങ്ങനെ ആയത്. ഞാൻ കേട്ടിടത്തോളം ഈ വെള്ളം വീഴുന്നത് മഴ പെയ്യുമ്പോൾ എയർ സർക്കുലേറ്റ് ചെയ്യുന്ന ഭാഗത്തുനിന്ന് വെള്ളം വീഴുന്നുണ്ടെന്ന് അവരുടെ പേരൻസ് അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പൊ അത് വെള്ളം വീഴുന്നത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ റൂഫിൽ നിന്നും ചോർച്ച പനിച്ച് വെള്ളം വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ച് അതിനുള്ള നടപടി എടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ കൂടെ മഴ പെയ്യുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ കാറ്റടിച്ചിട്ട് വെള്ളം അവിടേക്ക് ഇറങ്ങുന്നെന്ന് അവരെന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവിടെ ചോർച്ചയുള്ളതായിട്ട് എനിക്ക് ഒരിക്കലും അറിയത്തില്ല. അതുപോലെ ഈ വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇന്നലെ വരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് ശരിക്കുള്ള വീഴ്ച അത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത കമ്പനി ഏതാണോ ആ കമ്പനി അവർക്ക് കൊടുക്കണമെന്നാണ് പഞ്ചായത്തിൽ നിന്നും പറയുന്നത്. അവർ പല പ്രാവശ്യം ഇവിടുത്തെ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ടു, ഇവിടുത്തെ വാർഡ് മെമ്പറുമായിട്ട്. അപ്പം മെമ്പർ പറഞ്ഞു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബിഷപ്പ് ഇതുവരെയും പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടില്ല.
പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്, ബിൽഡിംഗ് പണിയാനുള്ള പെർമിറ്റ് കിട്ടി, അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട്, എല്ലാ സംവിധാനവും അവിടെ ഉണ്ട്, അവർക്ക് കിണറ്, വെള്ളം, എല്ലാ സംവിധാനമുണ്ട്. പക്ഷെങ്കിൽ ആ വീടിന് നമ്പർ കിട്ടുവാൻ താമസമായി നിൽക്കുന്നത് അവരുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട് കൊടുത്തില്ല, കിട്ടിയില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അത് രേണുസുധിയുടെ ഫാമിലി ഈ ബിൽഡേഴ്സുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അങ്ങനെയാണ്. ഇനിയിപ്പോ മുന്നോട്ട് ഫിറോസിന് ഇത് നല്ലൊരു നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പം അതിനോട് എന്താ അച്ഛന് പറയാനുള്ളത്? ഫിറോസിന് നെഗറ്റീവായിട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേട്ടറിഞ്ഞത് രേണുസുധി ഏതോ ഒരു സോഷ്യൽ മീഡിയ ഓൺലൈനിൽ പറയുന്നു വീടിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രേണുസുധി ഉദ്ദേശിച്ച് പറഞ്ഞത് ഈ ഗ്ലാസ്സിലൂടെ വരുന്ന വെള്ളം ഇങ്ങനെ വീഴുന്നതിനെ പറ്റിയാണ്. അവര് ശരിക്കും പറഞ്ഞു, അവര് കള്ളം പറഞ്ഞിട്ടില്ല. രേണുസുധി കള്ളം പറഞ്ഞിട്ടില്ല. വെള്ളം ഗ്ലാസിന്റെ സൈഡിലൂടെ വീഴുന്നു എന്ന് പറഞ്ഞ കാര്യം സത്യസന്ധമായ കാര്യമാണ്. അത് മഴ പെയ്യുമ്പോൾ മാത്രമല്ല, മഴ പെയ്യുമ്പോൾ ആ ഗ്ലാസിന്റെ സൈഡിലൂടെ വരുന്ന വെള്ളമാണ്. അത് ചോർച്ച എന്ന് പറഞ്ഞത് അവരുടെ വായിൽ നിന്ന് വന്നുപോയ ഒരു വാക്കാണ്. ആ വാക്ക് പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കണ്ടമാനം ബാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു പറയുന്നത്. കാരണം അവരൊരു ബിൽഡേഴ്സാണ്. ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഇപ്പൊ എന്നോട് പറഞ്ഞു, ബിഷപ്പിന്റെ അറിവിൽപ്പെട്ടവർ തന്നെ എത്രയോ പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഇനി അങ്ങനെ ഒരാൾ വിളിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം ചോർച്ചയുള്ള ഒരാളെ രേണുസുധിയുടെ ഈ വാക്കിലൂടെ ഫിറോസിനുണ്ടായ പോലെ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഒരാളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്റെ അറിവിൽപ്പെട്ട പലരും അദ്ദേഹത്തെ ബന്ധപ്പെടാറുണ്ട്. ഈ പല രാജ്യങ്ങളിലുള്ളവരാ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ വിദേശത്തുള്ള പലരും ഈ KHDC എന്നുള്ള രീതിയിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇനി ഒരു വർക്ക് അവർക്ക് കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഉത്തരവില്ല. കാരണം അത് അവര് പരസ്പരം ഇതാ സംഭവിച്ച. അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്, എനിക്ക് ഫിറോസും ഒരു സപ്പോർട്ടും ചെയ്യേണ്ട ആവശ്യമില്ല, രേണുസുധിയുടെ സപ്പോർട്ടും ഇല്ല എനിക്ക് ആവശ്യം. ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. നമ്മുടെ വായിൽ നിന്നൊരു വാക്കുപിഴ വീണു. ആ വാക്കുപിഴ വീണതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഗ്ലാസിന്റെ സൈഡിലൂടെ വീഴുന്ന വെള്ളത്തെ പറ്റിയാണ് ആ രേണുസുധി പറഞ്ഞത്. പക്ഷെങ്കിൽ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അത് ചോർച്ചയെന്ന് കേൾക്കുമ്പോൾ ഇവരുടെ നിർമ്മാണത്തിലുള്ള വീഴ്ചയായിട്ടാണ് അത് ഉണ്ടായേക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കേൾവിയിൽ അതൊരു വലിയ വീഴ്ചയായിട്ടും രേണുസുധിക്ക് പിന്നെ രേണുസുധിയുടെ ഹൃദയത്തിൽ അവളുടെ വീട്ടിലുണ്ടായ കുഞ്ഞു കിടക്കുന്ന റൂമിൽ വെള്ളം വീഴുന്നു എന്നുള്ള ഒരു അമ്മ എന്നുള്ള രീതിയിൽ തന്റെ കുഞ്ഞു കിടക്കുന്ന റൂമിൽ വെള്ളം വീഴുന്നു എന്നുള്ളതാണ് അവരുദ്ദേശിച്ചത്. അപ്പൊ രണ്ടും ഇത് ഒരു സോഷ്യൽ മീഡിയ വഴി തീരേണ്ട കാര്യമല്ലായിരുന്നു. ഇത് രണ്ടുപേരും കൂടെ ഒന്നുകിൽ ഇവർക്ക് പറയാനുള്ള കാര്യം, രേണുസുധിക്ക് പറയാനുള്ള കാര്യം ഒഫീഷ്യലി ഒരു കത്തെഴുതി വാട്സാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒഫീഷ്യലി രേണുസുധി ഒരു കത്തെഴുതിയിട്ട് എൻ്റെ വീട്ടിൽ ഇന്ന റൂമുകളിൽ വെള്ളം വീഴുന്നു, ആയതിനാൽ താങ്കൾ നിർമ്മിച്ച ഈ വീടിന്റെ ഈ ഭാഗത്ത് ഈ വീഴ്ച ഉള്ളതിനാൽ താങ്കളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ അയച്ച് എൻ്റെ വീടിന്റെ ഈ ന്യൂനത പരിഹരിച്ചു തരണമെന്ന് ഒരു ഒഫീഷ്യൽ ലെറ്റർ. അദ്ദേഹം അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എങ്കിലാണ് നമ്മൾ പോലീസിൽ അറിയിക്കുകയോ നിയമത്തിന് ഇവിടെ അതിനുള്ള അധികാരികളുണ്ടല്ലോ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ അങ്ങനെ അവഹേളിച്ചത് അയാൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിൽ അത് പറഞ്ഞ് പരിഹരിച്ച് മുൻപോട്ട് പോകണം. ഒരു സ്പർദ്ധയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യഭാവം എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം അതാണല്ലേ. അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിനോട് എനിക്കിഷ്ടമില്ല. ഞാൻ അതിന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അവർ രണ്ടുപേരും രണ്ടുപേർക്കും വന്നുപോയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഇത്രയും നല്ലൊരു ഉപകാരം ചെയ്തതാണ് ഒരു കൂട്ടായ്മ അല്ലേ. ഞാൻ ഫിറോസ് ചെയ്തു കൊടുത്തത് ഞാൻ പറയത്തില്ല. KHDC എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ, അവര് ചേർന്ന് ഈ വീട് പണിതു. ഫിറോസ് അതിന് നേതൃത്വം വഹിച്ചു. ഫിറോസ് അതിനകത്ത് കൂടുതൽ പൈസ മുടക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിനകത്തൊക്കെ കേൾക്കുന്നു. അത് നല്ല കാര്യം. പക്ഷേങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പോഴാ നല്ല കാര്യം ചെയ്യുമ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ടും ഒരു നന്മയിലും കൂടെ മുൻപോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. ഈ റൂമേഴ്സിന്റെയും നെഗറ്റീവ് കമന്റ്സിന്റെ ഇടയ്ക്കും ഒരു നല്ല കാര്യം പോലെയാണ് വരുന്നത്, ബിഗ് ബോസിൽ രേണുസുധിനെ ക്ഷണിക്കുന്നു എന്നൊക്കെ. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? രേണുസുധി വളർന്നു വരുന്ന ഒരു ചെറിയ കലാകാരിയാണ്. കാരണം ജീവിതത്തിലെ അവരുടെ പ്രാരാബ്ദങ്ങളിടയിലൂടെ അവര് സ്വയമേ ഇങ്ങനെ മറ്റാരും അവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനില്ലാത്ത സ്ഥാനത്ത് അവർ സ്വയമേ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല ആൽബങ്ങളിലും വെബ് സീരീസുകളിലും അങ്ങനെയൊക്കെ മോഡലായിട്ടും ഒക്കെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ കോൺഫിഡൻസ് വെച്ച് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുൻപോട്ട്. അപ്പോൾ അങ്ങനെ അവർ ബിഗ് ബോസിലേക്ക് ഏഷ്യാനെറ്റുകാർ അവരെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അതിലൂടെ അവർക്ക് ഉയരാൻ സാധിക്കുന്നെങ്കിൽ രേണുസുധിക്ക് അതിലൂടെ ഒരു നല്ല ഭാവി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ
അതിനുള്ള അഭിനന്ദനങ്ങൾ ഉം. അറിയിക്കുന്നു. പോയി നല്ല രീതിയിൽ അവർ വിജയിച്ച് നല്ല രീതിയിൽ വരട്ടെ എന്നുള്ളതാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ അവിടെ ഇടയാകട്ടെ എന്നുള്ളതാണ് എനിക്കൊരു ആശംസ പറയാനായിട്ടുള്ളത്. അവർ പോയി അവരുടെ കഴിവും അവരുടെ കാര്യങ്ങളും അവിടെ പ്രകടിപ്പിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നെഗറ്റീവായിട്ട് ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. ഇത്രയും നേരം രേണുസുധിയുടെ വീടിനെ കുറിച്ചും സ്ഥലം കൊടുത്ത ബിഷപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതും. അപ്പം വളരെ നന്ദി. താങ്ക് യു.